അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വെണ്ടയ്ക്ക കൊണ്ടൊരു കൊണ്ടാട്ടം പോലെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ വെണ്ടയ്ക്ക 1/4 കിലോ വെണ്ടയ്ക്ക ഉണ്ട്. വെണ്ടയ്ക്ക എടുത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി എല്ലാം വെച്ചിട്ട് രണ്ടായിട്ട് കീറിയിട്ട് നമുക്കിനി അതിന് വേണ്ടിയ മസാല ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. ഒരു 3 സ്പൂണ് കടലമാവ്, പിന്നെ നമ്മുടെ ചെമ്പാവ് പുട്ടുപൊടിയുടെ അരി എൻ്റെ കയ്യിലിരിക്കുന്നത്, അത് കാരണം അതേലെ ഒരു സ്പൂണ്, പിന്നെ ചെറിയ 2 സ്പൂണ് മൈദായും, ഇത്രയാണ്. പിന്നെ ഇനി വേണ്ടിയത് കായപ്പൊടിയും മുളക് പൊടിയാണ് വേണ്ടി, പിന്നെ അത് വറുത്ത് പോരാനുള്ള എണ്ണ. അപ്പം നിങ്ങളെ ഞാനതൊന്ന് കാണിക്കാം. ഓക്കെ, ആദ്യം നമുക്കൊരു പാത്രം എടുക്കാം. അതിനകത്തോട്ട് നമുക്ക് ഇതിനൊരു സ്പൂണ് മുളക് പൊടി ഇടാം, പിന്നെ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് കായം വേണം, കായവും കൂടെ ഞാൻ എടുക്കട്ടെ. അപ്പം നമുക്ക് അതിനകത്തോട്ട് ഇച്ചിരി കായവും ഇടാം. ഞാൻ അതിനകത്തോട്ട് തന്നെ കുറച്ച് ഉപ്പോട്ട് ഇട്ടിട്ടുണ്ട്. അതിപ്പോൾ ഉപ്പ് ആവശ്യത്തിന് ആൾക്കാർ എത്ര ഇടുന്നതെന്ന് വെച്ചാൽ അത്രയും ഉപ്പ്. അപ്പം നമുക്ക് അതിലോട്ടൊന്ന് പോയാലോ. അപ്പം ഞാനൊരു ചീനച്ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് കത്തിച്ചിട്ട് നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിക്കും. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതെല്ലാം ഇങ്ങനെ ഇതിലോട്ട് ഇട്ടിട്ട് നമ്മുടെ കടലമാവില്ലേ അതൊന്നും നമുക്ക് ഇതിനകത്തോട്ട് ഇട്ടിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കലക്കിയെടുക്കാം. അപ്പം അതുവരെ വെയിറ്റ് ചെയ്യും. അപ്പം നമുക്കിതിനെ വറുത്ത് കോരി എടുക്കാനുള്ള ഇച്ചിരി എണ്ണ ഒഴിക്കാം. അതൊന്ന് വറുത്ത് കോരാം. നമ്മുടെ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. നമുക്ക് ആ മസാലയ്ക്ക് അകത്തോട്ട് ഓരോന്നിട്ട് ഇതധികം കട്ടി വേണം മാവ് കുഴച്ചെടുക്കാൻ. നമുക്ക് ഇതെല്ലാം ഒന്ന് വറുത്ത് കോരാം. അപ്പം നമ്മുടെ കൊണ്ടാട്ടം ഞാനെല്ലാം ഒന്ന് തിരിച്ചിടുക കേട്ടോ. നമ്മുടെ വെണ്ടയ്ക്ക കൊണ്ടാട്ടം എല്ലാം ഞാൻ അങ്ങനെ തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ കൊണ്ടാട്ടം ഒന്ന് ശരിക്കും മൂക്കട്ടെ. അപ്പം നമ്മുടെ കൊണ്ടാട്ടം എല്ലാം റെഡിയായി. ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കാം. അപ്പം നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പ് നമ്മളിവിടെ ഉണ്ട്. നമ്മൾ ആദ്യത്തെ ട്രിപ്പ് കോരിയെടുത്തത് നിങ്ങളെ ഞാനൊന്ന് കാണിക്കും. അപ്പം നമ്മുടെ ഈ വെണ്ടയ്ക്ക കൊണ്ടാട്ടം എല്ലാം ശരിയായി, നല്ല അടിപൊളിയായി. കുറമുറാന്ന് വെക്കുന്നു. നമ്മളെ ചോറിനൊക്കെ നല്ലതാണ്. കായോ എല്ലാം ഇല്ല. അപ്പം നിങ്ങളിങ്ങനെ ഒരു വട്ടം ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല അടിപൊളിയായിട്ടിരിക്കും. അപ്പം എല്ലാവരും എനിക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം. ഓക്കെ, ബൈ.